ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേർഡ് വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന കിറ്റി ഗെയിൽ ഫെർഗ്സണിൻ്റെ വർക്കാണ്. ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ഫേമസ് സയൻറ്റിസ്റ്റിൻ്റെ ബയോഗ്രഫിയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് അദ്ദേഹം ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തതും ആ ജോയിൻ ചെയ്ത 1.5 വർഷം അദ്ദേഹത്തിന് അവിടെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആഫ്റ്റർ half year of the second year he became very active in Oxford and very lively, adaptable and adjustable for everything. He is enjoying the days in Oxford, take part in music, സയൻസ് ഫിക്ഷൻസ് ആൻഡ് സ്പോർട്സ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ സിലബസ് വൈസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ഹൗഎവർ അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലൻഡർഡ് മീൻസ് കൺഫ്യൂസ്. അദ്ദേഹത്തിൻ്റെ തേർഡ് ഇയറിൽ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഹി സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. അദ്ദേഹം ഫിസിക്സ് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തു. ഹി ഹാഡ് ദീൻ അപ്ലൈഡ് ടു ഡു എ PhD അറ്റ് കാംബ്രിഡ്ജ്. പിന്നീട് അദ്ദേഹം PhD ചെയ്യാൻ കാംബ്രിഡ്ജിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ആൻഡ് കണ്ടീഷൻ ഓൺ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ദ ഓക്സ്ഫോർഡ്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് എന്തായാലും ഫസ്റ്റ് റാങ്ക് ഓക്സ്ഫോർഡിൽ നിന്ന് കിട്ടുമെന്ന്. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. തനിക്ക് എന്തായാലും ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഹോക്കിങ്ങിന് ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, എക്സാമിൻ്റെ ഡേ ആയപ്പോൾ ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പരാജയപ്പെട്ടു. ഹോക്കിംഗ് ended up ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡ് ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അദ്ദേഹം ഒരു മിഡിൽ റാങ്ക് ആയിരുന്നു, ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും മിഡിലായിരുന്നു വന്നത്. അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. ഫേസ്ഡ് വിത്ത് എ ബോർഡ് ലൈൻ റിസൾട്ട് ദ എക്സാമിനേഴ്സ് സമ്മോണഡ്. ദ വേർഡ് സമ്മോണഡ് മീൻസ് കോൾഡ്. ഈ എക്സാം റിസൾട്ട് വന്നപ്പോൾ ബോർഡ് ലൈൻ മെമ്പേഴ്സ് അദ്ദേഹത്തിനെ വിളിച്ചു. ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിന് വേണ്ടി ബോർഡ് ലൈൻ മെമ്പേഴ്സ് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ഇൻ സ്പൈറ്റ് ഓഫ് ടെൻസസ് ഓഫ് ദ സിറ്റുവേഷൻ ഹോക്കിംഗ് മാനേജ് ടു കം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്സ് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അദ്ദേഹം വളരെ ടെൻഷനിലായിരുന്നെങ്കിലും അദ്ദേഹം വളരെ ബെറ്ററായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. അദ്ദേഹം പറയുകയാണ് ആ മെമ്പേഴ്സിനോടും, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിലേക്ക് പോകും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡ് റാങ്കാണ് കിട്ടുന്നതെങ്കിൽ ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്, ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ റിമെയിൻ ചെയ്യും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ ദ ഫസ്റ്റ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് തരുമെന്ന്. ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെൻറ്റ് ടു കാംബ്രിഡ്ജ്. അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് ലഭിക്കുകയും അദ്ദേഹം കാംബ്രിഡ്ജിലേക്ക് പോവുകയും ചെയ്തു PhD എടുക്കാൻ വേണ്ടി. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സർ ദാൻ അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിനേക്കാളും വളരെ മോശമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ. ഹിസ് സ്ലിപ്ഷോർഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം. സ്ലിപ്ഷോർഡ് മീൻസ് അശ്രദ്ധ, കോട്ട് മീൻസ് ക്യാച്ച്. മാത്തമാറ്റിക്കൽ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ അദ്ദേഹത്തെ പിടിപെട്ടു. ആൻഡ് ഹി ഫോണ്ട് ജനറലി റിലേറ്റീവ്ലി എക്സ്ട്രീംലി ടഫ്. അദ്ദേഹത്തിന് മാത്സിൽ നോളജ് കുറവായിരുന്നു. അത് അദ്ദേഹത്തെ വളരെ അധികം ബാധിച്ചു. അനദർ ഫാർ മോർ ഡിസാസ്റ്റർസ് പ്രോബ്ലം എറോസ് ദെൻ. പിന്നീട് അദ്ദേഹത്തിന് ഇതിന് പുറമെ വളരെ ഒരു ഡിസാസ്റ്ററായ വേറൊരു പ്രശ്നമുണ്ടായി. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ, അദ്ദേഹത്തിൻ്റെ തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡിലെ തേർഡ് ഇയറിൽ ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി മീൻസ് ഇല്ലിനെസ്. അദ്ദേഹത്തിന് രോഗം ബാധിക്കാൻ തുടങ്ങി. ഹി ഹാഡ് ഫാളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പിയറൻറ്റ് റീസൺ. ഒരു ക്ലിയർ റീസൺ ഇല്ലാതെ അദ്ദേഹം 1-2 തവണ വീണു, അതായത് വീണു. ദ ഫോളോവിങ് ഓട്ടം അറ്റ് കാംബ്രിഡ്ജിലല്ലോ അടുത്ത ഓട്ടം സീസണിൽ ഹി ഹാഡ് ട്രബിൾ ടൈയിങ് ഹിസ് ഷൂസ്. അദ്ദേഹത്തിൻ്റെ ഷൂസ് ടൈ ചെയ്യാൻ വേണ്ടിയും ആൻഡ് സം ടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിംഗ്. അദ്ദേഹത്തിന് ചില ടൈമിൽ സംസാരിക്കാൻ പോലും പ്രശ്നം ഉണ്ടായി തുടങ്ങി. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963, അദ്ദേഹത്തിൻ്റെ 21st ബർത്ത്ഡേക്ക് ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. അദ്ദേഹത്തിനൊരു അപൂർവമായ രോഗം പിടിപെട്ടു, അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ALS, ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. അതിന് അറിയപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതിന് കണ്ടെത്തിയിട്ടില്ല. ഇറ്റ് കോസ്റ്റ് എ ഗ്രാജുവൽ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. അദ്ദേഹം പതിയെ ഗ്രാജുവലായിട്ട് നമ്മുടെ സ്പൈനൽ കോഡിലെയും ബ്രെയിനിലുള്ള നെർവ് സെൽസിൻ്റെ പ്രവർത്തനം
തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ഡിപ്രഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഹി ഡി നോട്ട് നോ വാട്ട് ഹി ഔട്ട് ടു ഡു. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകും എന്നും അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വേർ റാദർ കൺഫ്യൂസ്ഡ്. അദ്ദേഹം പറയുകയാണ്, അന്നേരത്തെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ വളരെ കൺഫ്യൂഷൻ നിറഞ്ഞതായിരുന്നു. ഹി അഡ്മിറ്റഡ്. അദ്ദേഹം അതിനോട് സമ്മതിക്കുന്നു. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്. അദ്ദേഹത്തിൻ്റെ ഈ അസുഖം കണ്ടെത്തുന്നതിന് മുന്നേ, ഡയഗ്നോസ്ഡ് മീൻസ് ഐഡൻറ്റിഫൈഡ്. ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. അദ്ദേഹം ലൈഫുമായിട്ട് വളരെ അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ബോറിങ് ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. ദർ ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. അദ്ദേഹത്തിന് ഒരു വേർത്തായ ഒരു കാര്യം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ദ ഹോസ്പിറ്റൽ. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പുറത്ത് വന്നതിന് ശേഷം ഐ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ദർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു. അദ്ദേഹം പെട്ടെന്ന് റിയലൈസ് ചെയ്യുകയാണ്, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, വേർത്തായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇഫ് ഐ വർ റിപ്രീവ്ഡ്, ഞാനിതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അനദർ റിസ്കറിങ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കണം. ആഫ്റ്റർ ആൾ ഐ വർ ഗോയിങ് ടു ഡേ ഐ മൈറ്റ് ആസ് വെൽ ആസ് ടു ഡു സം ഗുഡ്. അദ്ദേഹം പറയാം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ നന്മക്കായി. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്പ്ഡ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. ഹോക്കിങ്ങിൻ്റെ ഡോക്ടേഴ്സ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രോഗം സ്റ്റെബിലൈസ് ചെയ്യാമെന്നാണ്. ബട്ട് ദ ഡിസീസ് അഗ്രിവേറ്റ് റാപ്പിഡ്ലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. അഗ്രവേറ്റഡ് മീൻസ് സീരിയസ്, റാപ്പിഡ്ലി മീൻസ് സഡൻലി. ദേ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years ടു ലീവ്. അദ്ദേഹത്തിന് ഇനി 2 വർഷമുള്ളൂ ജീവിക്കാനുള്ള ആയുസ് എന്ന് ആ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ഇൻഫോം ചെയ്തു. 2 years passed. 2 വർഷം കഴിഞ്ഞു. ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് സ്ലോവ്ഡ്. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ മൂർച്ഛിച്ച അവസ്ഥ കുറഞ്ഞുകൊണ്ടിരുന്നു. ഐ ഡിഡിൻ ഡേ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം മരണപ്പെട്ടില്ല. ഇൻഫാക്ട് ആൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ് ഓവർ മൈ ഫ്യൂച്ചർ. പക്ഷേ ഒരു ക്ലൗഡ്, ഒരു കറുത്ത ഒരു മേഘാവൃതമാണ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ. ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നു ദാൻ ബിഫോർ, മുന്നത്തേക്കാളും. ടോട്ടൽ ഡിസേബിലിറ്റി ആൻഡ് ഡെത്ത്. അദ്ദേഹത്തിന് കുറേ ഡിസേബിലിറ്റി, ഡെത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടനിറ്റി. ഈ മരണത്തിലേക്കും വളരെയധികം ദൂരം കുറവാണെങ്കിലും പോസ്റ്റ് പോണ്ടഡ്. ഈ മരണവും ഡിസേബിലിറ്റിയൊക്കെ ചെറുതായി ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ് എ പ്രിക്കേരിയസ് ആൻഡ് ടെമ്പററി വൺ ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. അത് ടെമ്പററിയാണ്, താൽക്കാലികമാണെന്ന് അദ്ദേഹത്തിന് വളരെയധികം അറിയാം. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. ജീവിതം എന്നത് വളരെയധികം അമൂല്യമായ ഒന്നാണ്, പ്രഷ്യസ് ആണ്. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെൻറ്റ് ആൽബൻസിലുള്ള ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ജസ്റ്റ് ബിഫോർ ഹി എൻറ്റർ ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഹോക്കി മെറ്റ് ജെയിൻ വെൽഡ്. ഹോക്കിംഗ് ജെയിൻ വൈൽഡ് എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ടു ഹെർ ദിസ് ഡിസ്വെൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്. ഡിസ്വെൽഡ് മീൻസ് വൃത്തിയില്ലാത്ത, ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്. അവൾക്ക് ഹോക്കിംഗ് വളരെ ഇൻ്റലിജൻ്റ് ആയ ഒരു വ്യക്തിയായി കാണപ്പെട്ടു. എക്സെൻട്രിക് ആൻഡ് റാദർ അരോഗൻ്റ്. കുറച്ച് അഹങ്കാരവും കുറച്ച് ഹാഫ് മൈൻഡൊക്കെ ആയി അവൾക്ക് അദ്ദേഹത്തെ അനുഭവപ്പെട്ടു. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. ഹോക്കിങ്ങിന് അവളെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആൻഡ് ഷീ ലൈക്ക്ഡ്. അവൾക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യം വളരെയധികം ഇഷ്ടമായിരുന്നു. വെൻ ജെയിൻ മെറ്റ് ഹിം എഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ജെയിന് അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം. ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. അദ്ദേഹം വളരെയധികം ദാരുണമായ ഒരു അവസ്ഥയിലായിരുന്നു. ഐ തിങ്ക് ഹീസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. അദ്ദേഹം പറയുകയാണ്, എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിക്കാനുള്ള ഒരു
ശേഷി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. ഹി വാസ് വെരി കൺഫ്യൂസ്. അദ്ദേഹം വളരെയധികം കൺഫ്യൂഷൻ നിറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു എന്നാണ് ജെയിൻ പറയുന്നത്. ഷി വാസ് നോട്ട് ഹവർ പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. അദ്ദേഹത്തിൻ്റെ ഫിസിക്കലും മെൻ്റൽ കണ്ടീഷനൊന്നും അവളെ ബാധിച്ചിരുന്നില്ല. ഷി വാസ് റാദർ എ ഷൈ. അവളൊരു ജെയിൻ വേലിഡിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് പറയുന്നത്. ജെയിൻ വേലിഡ് എങ്ങനത്തെ ഒരു ആളായിരുന്നു? ഒരു ഷൈ ആയിരുന്നു, ടീനേജർ ആയിരുന്നു, സീരിയസ് മൈൻഡഡ് ആയിരുന്നു, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അവൾക്ക് ദൈവത്തിൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. ഇൻഗ്രൈൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ. അത് ഇൻഗ്രൈൻഡ് മീൻസ് ഫിക്സ്ഡ്. അവൾക്ക് ഈ ദൈവവിശ്വാസം കിട്ടിയത് അവളുടെ അമ്മയിൽ നിന്നാണ്. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അവൾക്ക് നല്ലൊരു ബിലീഫ്, വിശ്വാസം ഉണ്ടായിരുന്നു. ഗുഡ് ക്യാൻ, നന്മ, നല്ലത് വരും. കം ഔട്ട് ഓഫ് എനി എത്രയും മോശം, അതായത് അഡ്വേഴ്സിറ്റി, പ്രോബ്ലങ്ങൾക്കിടയിൽ നിന്നും നന്മ ഉണ്ടാകും എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ഹോക്കി അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം. ഹോക്കിങ്ങിന് അവളുടെ ശുഭാപ്തി വിശ്വാസം വളരെയധികം ഇഷ്ടമായിരുന്നു. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് സോലി. അവർക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ആഫ്റ്റർ എ വൈൽ ദ ടു ബിഗൻ ടു റിയലൈസ് ഇൻ ജെയിൻസ് വേർഡ്സ്. അവർ രണ്ടുപേർ ജെയിനിൻ്റെ വേർഡ്സ് ഇപ്പോൾ റിമെമ്പർ ചെയ്യുന്നുണ്ട്. എന്താണ് ആ വേർഡ്സ്? ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വെയിൽ. നമ്മൾ ഒരുമിച്ചാൽ നമുക്ക് എന്ത്? സംതിങ് വർത്ത് വെയിൽ, ഒരു വർത്ത് വെയിലായ ഗുഡ് തിങ്സ്, നല്ലത് നമ്മൾ ഒരുമിച്ചാൽ സംഭവിക്കും, നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഫോർ സ്റ്റീഫൻ ദാറ്റ് മേഡ് ഓൾ ദ ഡിഫറൻസ്. അവളുടെ ഈ വാക്കുകൾ സ്റ്റീഫനിൽ വളരെയധികം വ്യത്യാസമുണ്ടാക്കി. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് ദ കായ്സ്. അദ്ദേഹം ഒരു കായ്സിലൊരു റിസർച്ചിന് വേണ്ടി അപ്ലൈ ചെയ്തു. വൺ ഓഫ് ദ കോളേജ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കായ്സ് എന്താണ്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു കോളേജാണ്. ഇൻ 1965 അറ്റ് ദ ഏജ് ഓഫ് 23, 23-ാമത്തെ വയസ്സിൽ 1965 ഹോക്കിംഗ് റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ് അറ്റ് കായ്സ്. അദ്ദേഹത്തിന് ഫെലോഷിപ്പ് ലഭിച്ചു. ആൻഡ് ഇൻ ജൂലൈ അറ്റ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. ആ സെയിം ഇയറിൽ തന്നെ ജെയിനും ഹോക്കിങ്ങും മാരി ചെയ്തു. പീപ്പിൾ ഹു റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് 1916 കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഹോക്കിങ്ങിനെ ഓർത്തിരുന്നത്? റീകോൾ ഹിം മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡോർസ് വിത്ത് എ കെയിൻ. അദ്ദേഹം കോറിഡോർ മീൻസ് വരാന്ത, റീകോൾ മീൻസ് റിമെമ്പർ. ആ വരാന്തയിലൂടെ, കെയിൻ മീൻസ് സ്റ്റിക്ക്, ഒരു വടി പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗൻസ്റ്റ് ദ വാൾ. അദ്ദേഹത്തിന് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം ഭിത്തിയിൽ എപ്പോഴും കൈവയ്ക്കുമായിരുന്നു. ഹി സ്പോക്ക് വിത്ത് ദാറ്റ് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് more than that they remember his brashness, courage. Brashness means courage in sessions involving some of the world's most distinguished scientists. ഡിസ്റ്റിങ്ക്വിഷ്ഡ് മീൻസ് ഫേമസ്. പക്ഷേ അദ്ദേഹത്തിന് ഇത്രയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ഫേമസ് ആയ സയൻറ്റിസ്റ്റുകളുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുമായിരുന്നു. വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്. റെവറൻഷ്യൽ മീൻസ് റെസ്പെക്റ്റ്ഫുൾ. മറ്റ് പുതിയ റിസർച്ചേഴ്സൊക്കെ എന്താണ്? അവർ റെസ്പെക്റ്റുള്ള ഒരു സൈലൻസ് കീപ്പ് ചെയ്യുമ്പോഴും ഇദ്ദേഹം വളരെയധികം ആർഗ്യുമെൻറ്റുകൾ നടത്തിയിരുന്നു. ഹോക്കിംഗ് ഡെയറിംഗ്ലി മീൻസ് കറേജ്ഫുള്ളി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. അദ്ദേഹം പ്രതീക്ഷിക്കാത്ത, പെനട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായ ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ഹി ക്ലിയർലി ന്യൂ ദാറ്റ് ഹി വാസ് ടോക്കിംഗ് എബൌട്ട്. എന്താണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വളരെയധികം ബോധ്യം ഉണ്ടായിരുന്നു. ഹിസ് റെപ്യൂട്ടേഷൻ വാസ് എ ജീനിയസ്. അനദർ ഐൻസ്റ്റീൻ ബിഗൻ ദെൻ. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ മാറി. അദ്ദേഹം അറിയപ്പെടുന്ന തുടങ്ങിയത് എന്തായിരുന്നു? ഈ ജീനിയസ്. അദ്ദേഹം ഒരു ജീനിയസ് എന്നറിയപ്പെട്ടു. അതുപോലെ അനദർ ഐൻസ്റ്റീൻ, അദ്ദേഹം മറ്റൊരു ഐൻസ്റ്റീൻ ആണെന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുവരെ എടുത്ത പോർഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബയോഗ്രഫിയാണ്. അദ്ദേഹം ഫേസ് ചെയ്ത എത്രത്തോളം ട്രബിൾസ്, ഡിസേബിലിറ്റീസ് അദ്ദേഹം ഫേസ് ചെയ്തു, അതിനൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ അദ്ദേഹം സക്സസ് ആയി, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ജേണിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് do subscribe my channel. Thank you for watching.